ഹലോ, ഡ്രിൽ ചെയ്ത ഹോളുകളുടെ ടാപ്പിംഗ് സെഷനിലേക്ക് സ്വാഗതം. ആന്തരിക ത്രെഡുകൾ നിർമ്മിക്കുന്നതിന് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമുക്ക് ഈ സെഷനോട് കൂടി ആരംഭിക്കാം. നമുക്ക് ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാൻ കഴിയും. ടാപ്പിംഗ് നിർവചിക്കുവാൻ, ടാപ്പിങ്ങിന് വേണ്ട ഷാംഫർ ഹോളുകൾ ഇടാൻ, ബെഞ്ച് വൈസിൽ ജോലി ഉറപ്പിക്കാൻ, ടാപ്പ് സെറ്റ് തിരഞ്ഞെടുക്കുവാൻ, ഹാൻഡ് ടാപ്പുകളും ടാപ്പ് റെഞ്ചും ഉപയോഗിച്ച് ഡ്രിൽ ചെയ്ത ഹോളുകളിൽ ആന്തരിക ത്രെഡുകൾ ഉണ്ടാക്കുവാൻ. നമുക്ക് ടാപ്പിങ്ങിനെ കുറിച്ച് പഠിക്കാം. ഒരു ഹോളിനുള്ളിൽ ഒരു ത്രെഡ് കട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ടാപ്പിംഗ്. അങ്ങനെ ഒരു ക്യാപ്പ് സ്ക്രൂ അല്ലെങ്കിൽ ബോൾട്ട് ഹോളിൽ ഉറപ്പിക്കാനാകും. ടാപ്പിംഗ് മാനുവലായി അല്ലെങ്കിൽ മെഷീൻ ടൂളുകൾ ഉപയോഗിച്ചും ചെയ്യാം. ഒരു സെറ്റിൽ 3 തരം ഹാൻഡ് ടാപ്പുകൾ ഉണ്ട്. അവ: ആദ്യ ടാപ്പ് അല്ലെങ്കിൽ ടാപ്പർ ടാപ്പ്, ത്രെഡ് ആരംഭിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. രണ്ടാം ടാപ്പ് അല്ലെങ്കിൽ പ്ലഗ്, അവസാനം അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ്, ആരംഭിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ആന്തരിക ത്രെഡുകൾ കട്ട് ചെയ്യുന്നതിന് ഹോളിൻ്റെ ഡ്രിൽ വലിപ്പം നിർണ്ണയിക്കേണ്ടത് ആവശ്യമാണ്. ആവശ്യമായ ടാപ്പ് ഡ്രിൽ വലിപ്പത്തിൽ ഹോൾ ഡ്രിൽ ചെയ്യുക. ടാപ്പ് വിന്യസിക്കുന്നതിനും ആരംഭിക്കുന്നതിനും ആവശ്യമായ ഷാംഫർ കൊടുക്കാൻ മറക്കരുത്. ഒരു ത്രെഡിൻ്റെ പിച്ച് നിർണ്ണയിക്കാൻ ഒരു സ്ക്രൂ പിച്ച് ഗേജ് ഉപയോഗിക്കുന്നു. ത്രെഡുകളുടെ പ്രൊഫൈൽ താരതമ്യം ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നു. പിച്ച്. നമുക്കിനി പിച്ച് എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു ത്രെഡിലെ ഒരു ബിന്ദുവിൽ നിന്ന് അച്ചുതണ്ടിന് സമാന്തരമായി അളക്കാവുന്ന തൊട്ടടുത്തുള്ള ത്രെഡിലെ അനുബന്ധ പോയിന്റിലേക്കുള്ള ദൂരമാണ് പിച്ച്. ഇനി നമുക്ക് ത്രൂ ബ്ലൈൻഡ് ഹോളുകൾക്കായുള്ള ടാപ്പിംഗ് പ്രക്രിയയെക്കുറിച്ച് പഠിക്കാം. ത്രൂ ബ്ലൈൻഡ് ഹോളുകളിലെ ടാപ്പിങ്ങിൽ 3 പ്രധാന ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു. ഘട്ടം 1 വർക്ക് പീസ് തയ്യാറാക്കൽ. ഘട്ടം 2 ഹോളുകളുടെ ടാപ്പിംഗ്. ഘട്ടം 3 വർക്ക് പീസ് പരിശോധനയും വിലയിരുത്തലും. നമുക്ക് ഓരോ ഘട്ടവും വിശദമായി നോക്കാം. നമുക്ക് തയ്യാറെടുപ്പ് ഘട്ടത്തിലൂടെ പോകാം. ആദ്യം ടാപ്പിംഗ് ഡ്രിൽ വലിപ്പങ്ങൾ നിർണ്ണയിക്കുന്നതിന് പട്ടികയോ അല്ലെങ്കിൽ കണക്കുകൂട്ടലോ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് M12ന്റെ ഡ്രിൽ വലിപ്പം 1.5 mm പിച്ച് എന്നത്. ഡ്രിൽ വലിപ്പം ഈസ് ഈക്വൽ ടു ത്രെഡിൻ്റെ വലിപ്പം മൈനസ് ത്രെഡ് പിച്ച് ഈസ് ഈക്വൽ ടു 12 മൈനസ് 1.5. അതുകൊണ്ട് ഡ്രിൽ വലിപ്പം എന്നത് 10.5 mm. ഡെപ്ത് സ്റ്റോപ്പ് അറേഞ്ച്മെന്റ് ഉപയോഗിച്ച് ഒരു ബ്ലൈൻഡ് ഹോൾ ഡ്രിൽ ചെയ്യുക. ടാപ്പിങ്ങിനായി ഡ്രിൽ ചെയ്ത ഹോളിൻ്റെ ആഴം ആവശ്യമായ ത്രെഡിൻ്റെ ആഴത്തേക്കാൾ അല്പം കൂടുതലായിരിക്കണം. ബ്ലൈൻഡ് ഹോൾ തലകീഴായി തിരിച്ച് അതിൽ നിന്നും ലോഹ ചിപ്പുകൾ നീക്കം ചെയ്തുകൊണ്ട് ഒരു തടിപ്രതലത്തിന് മുകളിൽ വെച്ച് ചെറുതായി ടാപ്പ് ചെയ്യുക. നമുക്ക് ടാപ്പിംഗ് ഘട്ടത്തിലേക്ക് പോകാം. വർക്ക് ദൃഢമായും തിരശ്ചീനമായും വൈസിൽ പിടിക്കുക. ആവശ്യമായ ടാപ്പ് ഡ്രിൽ വലിപ്പത്തിൽ ദ്വാരം ഡ്രിൽ ചെയ്യുക. ടാപ്പ് റെഞ്ചിൽ M12 ഫസ്റ്റ് ടാപ്പ് ഉറപ്പിക്കുക. ഡെപ്ത് സ്റ്റോപ്പ് അറേഞ്ച്മെന്റിനായി പ്രവർത്തിക്കാൻ ആവശ്യമായ 14 mm ദൂരത്തേക്ക് ആദ്യ ടാപ്പിൽ ചേരുന്ന നട്ട് സ്ക്രൂ ചെയ്യുക. ത്രെഡ് ആരംഭിക്കുന്നതിന് ഒരുപോലെ മർദ്ദം താഴോട്ട് ചെലുത്തുകയും ടാപ്പ് ഫ്രഞ്ച് ഘടികാര ദിശയിൽ പതുക്കെ തിരിക്കുകയും ചെയ്യുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് ടാപ്പ് ലംബമാണെന്ന് പരിശോധിച്ച് ഉറപ്പാക്കുക. ടാപ്പ് ലംബമായി സ്ഥാപിച്ച ശേഷം മർദ്ദം താഴോട്ട് ചെലുത്താതെ റെഞ്ച് പിടികളുടെ അറ്റത്ത് പിടിച്ച് റെഞ്ച് ചെറുതായി തിരിക്കുക.
ത്രെഡ് കട്ട് ചെയ്യുന്നത് തുടരുക. ചിപ്പ് മുറിക്കാൻ ഇടയ്ക്കിടെ ഏകദേശം 1/4 ഭാഗത്തോളം പിന്നിലേക്ക് തിരിക്കുക. ബ്ലൈൻഡ് ഹോളിൽ ആവശ്യമായ ആഴമായ 14 mm ആന്തരിക ത്രെഡ് കട്ട് ചെയ്യുക. പരന്നതും വളഞ്ഞതുമായ വയർ ഉപയോഗിച്ച് ത്രെഡ് ചെയ്ത് ബ്ലൈൻഡ് ഹോളിൽ നിന്ന് ലോഹ ചിപ്പുകൾ നീക്കം ചെയ്യുക. അതുപോലെ M12 രണ്ടാം, അതായത് ഇടയ്ക്കുള്ള ടാപ്പും അവസാന ടാപ്പും ടാപ്പ് റെഞ്ചിൽ ഓരോന്നായി ടാപ്പ് ചെയ്ത് ത്രെഡ് കട്ട് ചെയ്ത് പൂർണ്ണ ത്രെഡ് രൂപപ്പെടുത്തുക. ബറുകളില്ലാത്ത ത്രെഡ് ചെയ്ത ഹോൾ വൃത്തിയാക്കുക. മറ്റ് ഡ്രിൽ ചെയ്ത ബ്ലൈൻഡ് ഹോളിൽ ആന്തരിക ത്രെഡ് മുറിക്കുന്നതിന് മുകളിലുള്ള പ്രക്രിയ ആവർത്തിക്കുക. നമുക്ക് ഇനി ഘട്ടം പരിശോധനയും വിലയിരുത്തലും നടത്താം. സ്ക്രൂയിങ് വഴി ചേരുന്ന ബോൾട്ടുകൾ ഉപയോഗിച്ച് ത്രെഡ് ചെയ്ത ഹോൾ പരിശോധിക്കുക. ഒരു നേർത്ത ആവരണം ചെയ്ത് വിലയിരുത്തലിനായി സംരക്ഷിക്കുക. നമുക്ക് ടാപ്പ് ചെയ്യുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് പഠിക്കാം. ഒരു കട്ടിംഗ് ലൂബ്രിക്കന്റ് ഉപയോഗിക്കുക. ത്രെഡുകൾ കേടാകുകയും ടാപ്പുകൾ കേടാകുകയും ചെയ്യുമെന്നതിനാൽ ഒരു സമയം വളരെയധികം ആഴത്തിൽ കട്ട് ചെയ്യരുത്. ചിപ്പുകൾ ക്ലോഗിംഗ് ആകാതിരിക്കാനും ത്രെഡ് കേടാകാതിരിക്കാനും ഇടയ്ക്കിടെ ടാപ്പ് വൃത്തിയാക്കുക. പുനരാഖ്യാനത്തിന് നമ്മൾ പഠിച്ചത്: ടാപ്പിംഗ് നിർവചിക്കുവാൻ, ടാപ്പിനു വേണ്ട ഷാംഫർ ഹോളുകൾ ഇടാൻ, ബെഞ്ച് വൈസിൽ ജോലി ഉറപ്പിക്കാൻ, ടാപ്പ് സെറ്റ് തിരഞ്ഞെടുക്കുവാൻ, ഹാൻഡ് ടാപ്പുകളും ടാപ്പ് റിഞ്ചും ഉപയോഗിച്ച് ഡ്രിൽ ചെയ്ത ഹോളുകളിൽ ആന്തരിക ത്രെഡുകൾ ഉണ്ടാക്കുവാൻ. അങ്ങനെ ഇത്രയുമാണ് തുരന്ന ഹോളുകളുടെ ടാപ്പിങ്ങിനെ കുറിച്ചുള്ളത്. നിങ്ങൾക്ക് എല്ലാ ആശയങ്ങളും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം.